ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോസസ് സ്വിച്ചിങ് ആൻഡ് മോഡ് സ്വിച്ചിങ് ആണ്. പ്രോസസ് ആൻഡ് മോഡ് സ്വിച്ചിങ് അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രോസസ് സ്വിച്ചിങ്? പ്രോസസ് സ്വിച്ചിങ് ആൻഡ് മോഡ് സ്വിച്ചിങ് ആർ ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം യൂസ്ഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ മൾട്ടി ടാസ്കിങ് ആൻഡ് സിസ്റ്റം പ്രൊട്ടക്ഷൻ. ഈ പ്രോസസ് സ്വിച്ചിങ്ങും മോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ്. ഇതിൽ മൾട്ടി ടാസ്കിങ്ങും അതേപോലെ സിസ്റ്റം പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടാസ്ക്കാണിത്. ഓക്കെ, മെക്കാനിസമാണ്. എന്നാൽ പ്രോസസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് വിച്ച് പ്രോഗ്രാം ഈസ് റൺ. അതായത് പ്രോസസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാം റൺ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതോടെ മാറ്റി വെച്ച് അടുത്ത പ്രോഗ്രാം റൺ ചെയ്യുക. അങ്ങനത്തെ രൂപത്തിൽ ആ ഒരു ചേഞ്ചാണ് പ്രോസസ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ദ പ്രിവിലേജ് ലെവലാണ് ഓഫ് ദി കറണ്ട് പ്രോഗ്രാം. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ പ്രിവിലേജ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അതാണ് മോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. എ മോഡ് സ്വിച്ച് ചേഞ്ച് ദ CPU പ്രിവിലേജ് ബട്ട് ദ സെയിം പ്രോസസ് സ്റ്റേ ഇൻ കൺട്രോൾ. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യും, പ്രിവിലേജ് ചേഞ്ച് ചെയ്യും. പക്ഷേ അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ എന്തുണ്ടാവും, കൺട്രോൾ എന്തുണ്ടാവും, അവിടെ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. എ പ്രോസസ് സ്വിച്ചിങ് ചേഞ്ച് ആക്ച്വൽ പ്രോസസ് റണ്ണിങ് ഓൺ ദ CPU. ഓക്കെ, പ്രോസസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ CPU-ൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു മാറ്റിയിട്ട് വേറൊരു പ്രോഗ്രാം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. രണ്ടെന്താ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോസസ് സ്വിച്ചിങ്. ഫസ്റ്റ് പ്രോസസ് സ്വിച്ചിങ്. പ്രോസസ് സ്വിച്ചിങ് ഈസ് എ ഓപ്പറേഷൻ ഓഫ് ചേഞ്ചിങ് ദ CPU ഫ്രം വൺ പ്രോസസ് ടു അനദർ പ്രോസസ്. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക, പ്രോസസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കണ്ടക്ട് സ്വിച്ചിങ്. ഇതിനെന്ത് ചെയ്യും, കണ്ടക്ട് സ്വിച്ചിങ് എന്ന് കൂടി പറയാം. അപ്പോൾ എന്താണ് കണ്ടക്ട് സ്വിച്ചിങ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് സ്വിച്ചിങ് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. സ്റ്റെപ്സ് ഇൻ പ്രോസസ് സ്വിച്ചിങ്. ഒരു പ്രോസസ് സ്വിച്ചിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. സേവ് ദ കറൻറ്റ് പ്രോസസ് സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് PCB. അപ്പോൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്തുണ്ടാവും, PCBയിൽ എന്തുണ്ടാവും, സേവ് ചെയ്ത് വെക്കും. ഓക്കെ, സെലക്ട് അനദർ പ്രോസസ് ഫ്രം ദ റെഡി ക്യൂ. അപ്പോൾ എന്ത് ചെയ്യുക, റെഡി ക്യൂവിൽ അടുത്ത പ്രോസസ്സിന് എന്തുണ്ടാവും, സെലക്ട് ചെയ്യും. ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് എന്തുണ്ടാവും, PCBയിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത റൺ ചെയ്യാൻ നിൽക്കുന്ന പ്രോസസ്സിന് എന്തുണ്ടാവും, സെലക്ട് ചെയ്യും. ലോഡ് ദ സേവ്ഡ് സ്റ്റാറ്റസ് ഓഫ് ദി സെലക്ടഡ് പ്രോസസ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ സെലക്ട് ചെയ്ത പ്രോസസ്സിന് എന്തുണ്ടാവും, ഡാറ്റാസൊക്കെ ലോഡ് ചെയ്യും, അങ്ങനത്തെ പ്രോസസ്സൊക്കെ നടത്തും. ദെൻ CPU സ്റ്റാർട്ട് ദ എക്സിക്യൂഷൻ ഓഫ് ന്യൂ പ്രോസസ്സ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താവും, ഈ പുതുതായിട്ട് സെലക്ട് ചെയ്തിരുന്ന പ്രോസസ്സിന് എന്തുണ്ടാവും, റൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുണ്ടാവും, അടുത്ത പ്രീവിയസ് പ്രോഗ്രാം എടുത്തേക്കാം. മനസ്സിലായില്ല, അത് പിന്നെ അതായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിന് എന്തുണ്ടാവും, മാറ്റിയിട്ട് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പ്രോസസ്സിനെ എടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രോസസ്സിനെ എക്സിക്യൂഷൻ നിർത്തി അടുത്ത് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാം, പ്രോസസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പും പറയും. ഇനി അങ്ങനെ ഒരു പ്രോസസ് സ്വിച്ചിങ് നടത്താനുള്ള റീസൺ എന്താണ്, അതാണ് താഴെ പറഞ്ഞത്. റീസൺ ഫോർ പ്രോസസ് സ്വിച്ചിങ്. ടൈം സ്ലൈസ്ഡ് എക്സ്പയർഡ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈം എന്ത് ചെയ്തു, കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ടൈം കഴിയുന്ന സമയത്ത് അടുത്ത പ്രോസസ്സിന് നമുക്ക് ഇടും. അപ്പോൾ റൺ ചെയ്തിരിക്കുന്ന പ്രോസസ്സിന് എന്തുണ്ടാവും, PCBയിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത പ്രോസസ്സ്. അതാണ് ടൈം എക്സ്പയർഡ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, IO റിക്വസ്റ്റ് ഒക്കറൻസ്. അപ്പോൾ എന്തുണ്ടാവും, ചിലപ്പം IO റിക്വസ്റ്റ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വൻസ് എന്തെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും റീസൺസ് വന്നു കഴിഞ്ഞാൽ. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് അറിയുള്ളൂ. ഇനിയിപ്പോൾ ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് എന്ത് ചെയ്യുക, അതിനേക്കാളും പ്രയോറിറ്റി ഇല്ല എന്ത് ചെയ്യുക, വേറൊരു പ്രോസസ്സ് വന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തുണ്ടാവും, അങ്ങനെ വരുന്ന സമയത്തും അതെടുത്തിട്ട് നിലവിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. ആ പ്രയോറിറ്റിയിൽ വരുന്നത് എന്തുണ്ടാവും, എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ഇൻട്രപ്റ്റ്സ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ എന്തുണ്ടാവും, പ്രോസസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ മെക്കാനിസം അവിടെ നടക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രോസസ് സ്വിച്ചിങ്, സ്റ്റെപ്സ് ഇൻ പ്രോസസ് സ്വിച്ചിങ്ങും അതേപോലെ തന്നെ റീസൺ ഫോർ പ്രോസസ് സ്വിച്ചിങ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ് സ്വിച്ചിങ് ആണ്. ദ ഓപ്പറേഷൻ സിസ്റ്റം സ്വിച്ച് മോഡ് ടു പ്രൊട്ടക്റ്റ് സിസ്റ്റം റിസോഴ്സസ് ആൻഡ് പെർഫോം
പ്രിവിലേജ്ഡ് ഓപ്പറേഷൻസ്. ഓക്കെ, പ്രിവിലേജ്ഡ് ഓപ്പറേഷൻസും അതുപോലെ പ്രൊട്ടക്ട് സിസ്റ്റം റിസോഴ്സസുമാണ് എന്ത് ചെയ്യുന്നത്, സ്വിച്ചിങ് മോഡ് ഓപ്പറേഷൻസ് എന്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എന്തൊക്കെ മോഡ് സ്വിച്ചിങ് ആണ് ഉള്ളത്? മെയിനായിട്ട് രണ്ടെണ്ണം ഉള്ളത്, യൂസർ മോഡും കേർണൽ മോഡും. ഇത് നമ്മളിതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ എന്നിരുന്നാലും നോക്കുക, രണ്ട് വിധം മോഡ് സ്വിച്ചിങ് ആണുള്ളത്, യൂസർ മോഡും അതേപോലെ തന്നെ കേർണൽ മോഡും. അപ്പോൾ എന്ത് ചെയ്യുക, യൂസർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട്സ് യൂസർ ആപ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ ലിമിറ്റഡ് ആക്സസും ടു ഹാർഡ്വെയർ. ലിമിറ്റഡ് ആക്സസ് ആയിട്ട്, അതായത് യൂസർ മോഡ്ക്ക് ചേഞ്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അവിടെ എന്തുണ്ടാവുക, അവിടെ യൂസർ ആപ്ലിക്കേഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ഹാർഡ്വെയറിന് ഉണ്ടാവുള്ളൂ. ഇനി കേർണൽ മോഡാണെങ്കിലോ എക്സിക്യൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫുൾ ആക്സസ് ആണ്, ഹാർഡ്വെയറും മെമ്മറി ആയിട്ട് എന്തുണ്ടാവും, ഫുൾ ആക്സസ് ഉണ്ടാവുകയായിരിക്കും. സിസ്റ്റം ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഫുൾ ആക്സസ് ഉണ്ടായിരിക്കും. യൂസർ ആണെച്ചെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, യൂസർ മോഡിൽ നിന്ന് കേർണൽ സ്വിച്ചിലോട്ട് മാറുക, അല്ലെങ്കിൽ കേർണലിൽ നിന്ന് യൂസർ സ്വിച്ചിലോട്ട് മാറുക. ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, മോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സിസ്റ്റം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അത് പെർഫോമൻസ് അല്ലേ, പെർഫോം പ്രിവിലേജ്ഡ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സിസ്റ്റം റിസോഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. കേസ് ഓഫ് മോഡ് സ്വിച്ചിങ്. ഓക്കെ, സിസ്റ്റം കോൾസ്, ഇൻറ്ററപ്റ്റ്സ് അല്ലെങ്കിൽ എക്സെപ്ഷൻ എറേഴ്സ്, ഇത്ര കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മോഡ് സ്വിച്ചിൻ്റെ കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ്, രണ്ട് കാര്യങ്ങളാണ്, പ്രോസസ് സ്വിച്ചിങ്ങും അതേപോലെ തന്നെ മോഡ് സ്വിച്ചിങ്ങാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ.